ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. നമ്മൾ വെറും അരിപ്പൊടി മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് നോർമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പാനിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ പിന്നെയും വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അരിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത അരിപ്പൊടി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അരിപ്പൊടി എടുത്ത ആ അളവിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് അത്രയും സ്പൈസി ആവശ്യമില്ലെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതിയാകും. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് വേണ്ടുന്ന കായപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്ന കറിവേപ്പിലയാണ്. ഞാൻ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് കടലമാവാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കല്ല. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 2-3 മിനിറ്റ് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി കൊണ്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ഒന്നുകൂടി അതിനകത്തിരുന്ന് അങ്ങ് വെന്തോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ഒരുപാട് അങ്ങ് ആറേണ്ട, ഒരു നമ്മുടെ കൈ കൊണ്ട് തൊടാറാവുന്ന പരുവാകുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണേ. നമുക്ക് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഈ പാനിൽ നിന്ന് ഈ അരിമാവ് അങ്ങ് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ വെച്ച് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുവാണ്. അപ്പം ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് സേവാനാഴിക്കകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പ് സേവാനാഴിക്കകത്ത് വെച്ചിട്ടാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ സേവാനാഴി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ആ മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പീച്ചിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ മാവിൽ നിന്നൊരു പകുതി എടുത്തിട്ടുണ്ട്. പകുതി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ആ നീളത്തിൽ ആ സേവാനാഴിയുടെ പോലത്തെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് സേവാനാഴി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ മാവൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നേ. അപ്പോൾ പിന്നെ പക്ഷേ രണ്ടാമത്തെ തവണ മുതൽ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് പീച്ചി എടുത്തിട്ട് ഞാൻ ഒരു കത്തി ഉപയോഗിച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ആ ഷേപ്പിൽ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. വളരെ എളുപ്പമാണ്. നമുക്കിത് കുറച്ച് ഏറെ നമ്മുടെ കട്ടിംഗ് ബോർഡിലല്ലാതെ വേറെ നമ്മുടെ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ അതിൽ ഇങ്ങനെ നീളത്തിലങ്ങ് ആദ്യം ഒന്ന് പീച്ചി എടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പീച്ചി എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പം നമുക്ക് ഇത്ര ഏരിയ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ആ ചില്ലി ഫ്ലേക്സ് ഇടുന്ന സമയത്ത് നമുക്ക് ആ 1 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂണാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ആ സ്നാക്കെല്ലാം മാവെല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് ഇത് പറക്കി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യത്തെ 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ സ്നാക്സും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന നോർമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്തിൽ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് കടലമാവും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ്. നമുക്ക് കുറച്ച് എരിവൊക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചേർത്ത ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സ്നാക്കൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ 2 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് വരെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് പരുവൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്കിൻ്റെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ഒന്നും ആവണ്ട. ഇത് ജസ്റ്റ് ഒന്ന് നല്ല ക്രിസ്പി ആയി കിട്ടുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. നല്ല നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ ഉള്ള ആ സൗണ്ട് കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും അരിപ്പൊടി കൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.